ഞാൻ പണ്ടേ തൗഹീദ് മനസ്സിലാക്കിയതാണ്, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുവഹിദാണ് എന്നൊക്കെ പലരും മേനി നടിക്കലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് തൗഹീദ് പഠിക്കാനാണ്? നമ്മൾ അറിയാത്ത എന്ത് തൗഹീദാണ് പുതിയ തൗഹീദോ? നമ്മൾ പണ്ടേ നാട്ടിൽ ശിർക്കിനെതിരെ ശബ്ദിക്കുന്നതാണ്. ഇനി എന്താ ശിർക്ക് കൂടുതൽ പഠിക്കാനുള്ളത്? ശിർക്കും തൗഹീദൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അറിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്താണ് അറിയാനും പഠിക്കാനുമുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം നമ്മുടെ തൗഹീദ്, നമ്മുടെ ഖൽബിലുള്ള ഈമാൻ ശക്തമാകുന്നുവോ അത്രത്തോളം ശിർക്കിനെ തൊട്ട് നിർഭയരാവുകയല്ല വേണ്ടത്, ശിർക്കിനെ തൊട്ടുള്ള പേടി വർദ്ധിക്കുകയാണ് വേണ്ടത്. ശിർക്കിന്റെ ഗൗരവം കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാമുൽ മുവഹിദീൻ, ഇമാമുൽ ഹുനഫാ, അബുൽ അംബിയ, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, വിഗ്രഹങ്ങളെ തച്ചുടച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത മഹത്തായ ദുആ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. എന്താണ് ദുആ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹു എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണമേ, വിഗ്രഹാരാധനയിൽ കൊടും ശിർക്കിൽ നിന്ന് അകറ്റണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയ മുവഹിദിന്റെ പാരമ്പര്യം പറയാൻ സാധിക്കുന്ന ആധുനിക തലമുറയല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ ആരാണുള്ളത്? സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബിയുടെ ദുആനിത്. അതുകൊണ്ട് ശിർക്കിനെ തൊട്ട് നമ്മൾ നിർഭയരായിക്കൂടാ, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് ശിർക്ക്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? എന്താണ് അതിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗങ്ങൾ? ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ അരിച്ചു കയറുന്ന പഴുതുകൾ, അത് സൂക്ഷ്മമായി നമ്മൾ പഠിക്കണം. ഇതെല്ലാം മുസ്ലിമിനും പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള കിതാബുകൾ, റിസാലകൾ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രസക്തി അതാണ്, ഗൗരവം അതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.